ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 തരത്തിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സോൾ ട്രേഡിംഗ് കൺസേൺ, അതല്ലെങ്കിൽ ഏകാംഗ വ്യാപാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ണർഷിപ്പ് ഫേമുകളെ കുറിച്ചിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന 4ാമത്തെ ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിന് ഒരു 4ാമത്തെ തരം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്, സഹകരണ സംഘങ്ങൾ. സഹകരണ സംഘങ്ങൾ എന്നുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൻപുറത്ത് സഹകരണ ബാങ്കുകൾ, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്താണ് സഹകരണ സംഘം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്, അല്ലേ? സഹകരണ സംഘങ്ങൾ സാധാരണ ഒരു സ്ഥലത്തുള്ള കുറച്ച് ആളുകൾ കൂടിച്ചേർന്ന് അവർ മെമ്പേഴ്സ് ആയിക്കൊണ്ട് ഇന്ത്യയിലെ 1912 സഹകരണ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. നമുക്കറിയാം, സഹകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് എന്താണ്? ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സഹകരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിലെ അംഗങ്ങളുടെ എന്തെങ്കിലും ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും സഹകരണ സ്ഥാപനങ്ങൾ. പല രീതിയിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സഹകരണ ബാങ്ക് ആണെങ്കിൽ അതിലെ അംഗങ്ങൾക്ക് ന്യായമായ പലിശ നിരക്കിൽ ലോണുകളും കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമേഴ്സുമായി, ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു സഹകരണ സ്ഥാപനത്തിലെ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പൊതുവെ സേവനത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഒരു ഫോംസ് ഓഫ് ഓർഗനൈസേഷനാണെന്ത്? സഹകരണ സ്ഥാപനങ്ങൾ. മിനിമം ഒരു 10 പേരുണ്ടെങ്കിൽ നമുക്കൊരു സഹകരണ സ്ഥാപനം ആരംഭിക്കാൻ കഴിയും. മിനിമം 10 അംഗങ്ങൾ അല്ലെങ്കിൽ 10 മെമ്പേഴ്സാണ് ഒരു സഹകരണ സ്ഥാപനത്തിനകത്ത് വേണ്ടത്. 1912 കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമാണ് സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സഹകരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് വോളണ്ടറി മെമ്പർഷിപ്പാണ്, സ്വമേധയാലുള്ള അംഗത്വം, അല്ലേ? ഏതൊരാൾക്ക് വേണമെങ്കിലും ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രായപൂർത്തിയായ ആർക്ക് വേണമെങ്കിലും അയാൾക്ക് സ്വമേധയാ മെമ്പർഷിപ്പ് എടുക്കാം. അതേപോലെ തന്നെ ഏത് സമയത്തും അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? യഥാവധി അപേക്ഷ കൊടുത്ത് അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കതിൽ നിന്ന് തിരിച്ചു പോരാനും കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ജാതി, മതം, ലിംഗം ഇങ്ങനെയുള്ള യാതൊരുവിധ പരിഗണനകളുള്ള ആർക്ക് വേണമെങ്കിലും ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും അംഗമാകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ രണ്ടാമത്തതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ലീഗൽ സ്റ്റാറ്റസ് ആണ്. നിയമപരമായിട്ടൊരു പദവി ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിലൊന്നും രജിസ്ട്രേഷൻ കമ്പൽസറി ആയിരുന്നില്ല. പക്ഷേ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ രജിസ്ട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി നിയമപരമായിട്ടൊരു നിലനിൽപ്പ് ഇതിനുണ്ടാകുന്നുണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സ്വന്തം പേരിൽ കരാറുകളിൽ ഏർപ്പെടാനും കച്ചവടങ്ങൾ ചെയ്യാനും അതല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ, അതായത് പ്രോപ്പർട്ടീസ്, ലാൻഡ്, ബിൽഡിങ് പോലെയുള്ള പ്രോപ്പർട്ടീസൊക്കെ സ്വന്തം പേരിൽ വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു നിലനിൽപ്പ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വരുമെന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾ എത്രയാണോ അവരുടെ മൂലധനം നിക്ഷേപിക്കുന്നത് അത്രത്തോളം അവരുടെ ബാധ്യത പരിമിതമായിരിക്കും. അതായത് അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, പരിമിതമായ ബാധ്യതയേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എത്രയാണോ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് അത്രയുമായിരിക്കും അവരുടെ ബാധ്യത എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി അവർക്ക് അറിയാൻ പറ്റും എത്ര ബാധ്യത ഓരോ മെമ്പർക്കും വരുന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു, പരിധിയില്ലാത്ത ബാധ്യതയായിരുന്നു. ഇവിടെ ബാധ്യത പരിമിതമായിരിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നിയന്ത്രണമാണ്, കൺട്രോൾ, അല്ലേ? സാധാരണ സഹകരണ സംഘങ്ങളുടെ ഭരണം എന്ന് പറയുന്നത് മെമ്പേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ഈ ഒരു ഭരണം നടത്തുന്നത്. കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ സാധാരണ എല്ലാ അംഗങ്ങൾക്കും വോട്ടിംഗ് നൽകി വോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളൊക്കെ കോർപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ ഒരു മാനേജിങ് നടത്തുന്നത്.
പിന്നെ പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. അതായത് സേവനമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രധാന ലക്ഷ്യം. മറ്റുള്ള എല്ലാ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും ലാഭത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് മെമ്പേഴ്സിന് സേവനം നൽകുക, അവരുടെ ലക്ഷ്യം നേടിയെടുക്കുക, അതായത് അവരുടെ ആവശ്യങ്ങൾ, പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ്. അപ്പോൾ ഇത്രയുമാണ് ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മെറിറ്റ്സ് പറയുന്നതൊക്കെയാണ്. പ്രധാനമായിട്ടും ഫസ്റ്റ് വൺ, തുല്യമായ വോട്ടവകാശം, ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഷെയർസ് എടുത്ത ആളുകൾക്ക് കൂടുതൽ വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നാണ്. അയാൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ക്യാപിറ്റൽ മുടക്കിയിട്ടുണ്ടെങ്കിലും ഒരു മെമ്പർക്ക് ഒരു വോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സിനും, അതിപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിലും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിലും ഒക്കെ എല്ലാ മെമ്പേഴ്സിനും ഒരു വോട്ടായിരിക്കും, തുല്യമായ വോട്ടവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പിന്നെ വരുന്നത് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, സ്ഥിരമായ നിലനിൽപ്പ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലൊക്കെ പാർട്ട്ണർ മരണപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മുടെ സോൾ ട്രേഡിംഗ് കൺസേണിലാണെങ്കിൽ അവിടെ ഓണർ മരണപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഒരു തുടർച്ച, ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു അംഗത്തിന് എന്തെങ്കിലും സംഭവിക്കുക, മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ അതൊരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു അംഗത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് എക്കണോമി ഇൻ ഓപ്പറേഷൻ, പ്രവർത്തന ചെലവ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാഭമുണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തന ചെലവുകളും താരതമ്യേന എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്സ് പറയുന്നതാണ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാധാരണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. സബ്സിഡി ആയിട്ടും അതേപോലെ തന്നെ പലിശ നിരക്ക് കുറച്ച് തരുന്ന രീതിയിലും ടാക്സ് ടാക്സിൽ ഇളവ് കൊടുക്കുന്നതായിട്ടും ഒക്കെ ഒരുപാട് സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് കോർപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിമിറ്റേഷൻസിൽ ഏറ്റവും ആദ്യം പറയുന്നത് വിഭവങ്ങൾ പരിമിതമായിരിക്കും, ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേക്കിംഗ് ഒരു മോട്ടീവ് അല്ല, അവർ സർവീസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ ലാഭം കൂടുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പറായിട്ടുള്ള അംഗങ്ങൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ നിക്ഷേപിക്കാനോ താല്പര്യം കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അംഗങ്ങളുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അംഗങ്ങൾ നിക്ഷേപിക്കുന്ന പണം കൊണ്ടാണ് ഇതിനാവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ വളരെ ചെറിയ മുതൽ മുടക്കുകളിൽ നിന്നായിരിക്കും പലപ്പോഴും ഒരു സഹകരണ സ്ഥാപനം രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ റിസോഴ്സുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല, ലാക്ക് ഓഫ് സീക്രസി. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലൊക്കെ സീക്രസി നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു, രഹസ്യങ്ങൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുമായിരുന്നു. അതേസമയം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങളുടെ മീറ്റിങ്ങിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമപരമായിട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾ, സർക്കാർ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പല സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത്. അതേസമയം ഗവൺമെൻറ് പല നിയന്ത്രണങ്ങളും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുകളിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺട്രോളുകൾ, നിയന്ത്രണങ്ങളും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. നെക്സ്റ്റ് വരുന്നത് അഭിപ്രായ വ്യത്യാസം. സ്ഥാപനത്തിലെ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് പലപ്പോഴും ഭിന്നതകൾക്ക് അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്കൊക്കെ സ്ഥാപനത്തെ ഉപയോഗിക്കുന്നതിനൊക്കെ സാധ്യത ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാലും ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിമിറ്റേഷൻസ് പറയുന്നത്. അത് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതായത് വ്യത്യസ്ത തരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പൊതുവേ പറയുമെങ്കിലും പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അവരുടെ നിത്യോപയോഗത്തിന് വേണ്ടുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരൊന്നും ഇല്ലാതെ
ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു. ആ സൊസൈറ്റിയുടെ ക്യാപിറ്റൽ വെച്ച് നമ്മൾ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുക്കുന്നു. അത് ന്യായമായ വിലക്ക് ഈ മെമ്പേഴ്സിന് വിതരണം ചെയ്യുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ലാഭം സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് അവർ ഈ സ്ഥാപനത്തിൽ എത്രത്തോളം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു അനുപാതത്തിൽ വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഉപഭോക്തൃ സഹകരണ സംഘം, അതല്ലെങ്കിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതല്ലെങ്കിൽ ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ. ഇപ്പോൾ ഈ ചെറുകിട ഉൽപ്പാദകരൊക്കെയാണ്. ഇപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ മെഴുകുതിരി ഉൽപ്പാദിപ്പിക്കുന്ന, ചന്ദനത്തിരി ഉണ്ടാക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള ചെറുകിട ഉൽപ്പാദകരുണ്ടാവും. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ബൾക്കായിട്ട് വാങ്ങുന്നതിൻ്റെ മെച്ചങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇപ്പോൾ റോ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ചെറുകിട ബിസിനസ്സുകാർ അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവില്ല. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മെയിനായിട്ട് ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് വിപണന സഹകരണ സംഘങ്ങൾ, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പലപ്പോഴും പ്രയാസമുണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന സൊസൈറ്റിയാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അതേപോലെ തന്നെ വരുന്ന ഒന്നാണ് കാർഷിക സഹകരണ സംഘങ്ങൾ, ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ കർഷകർ കൂടി ചേർന്നിട്ട് അവരുടെ പ്രോഡക്റ്റിന് മാർക്കറ്റ് കണ്ടെത്താനും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ വളങ്ങൾ, അതല്ലെങ്കിൽ കീടനാശിനികൾ, ഇനി അതല്ലെങ്കിൽ വിത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഇത് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനൊക്കെ വേണ്ടിയിട്ട് കർഷകർ രൂപീകരിക്കുന്ന സഹകരണ സംഘമാണ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വായ്പാ സഹകരണ സംഘങ്ങൾ. നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കിൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചുള്ള സഹകരണ സംഘങ്ങളാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ വായ്പാ സഹകരണ സംഘങ്ങൾ. ആൻഡ് ഫൈനലി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ. കുറഞ്ഞ വരുമാനക്കാരൊക്കെ, ഇത് മിഡിൽ ക്ലാസ് ഫാമിലീസിനൊക്കെ വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി, അതല്ലെങ്കിൽ ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ. അപ്പോൾ ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു നമുക്കൊന്നുകൂടെ നോക്കി വെക്കാം. ഫസ്റ്റ് വൺ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫൈനലി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്നുള്ളത് പരിശോധിക്കാം. അതുവരേക്കും ബൈ.